சத்தியம் முனியாண்டி. இந்த முனியாண்டி எதுக்கம்மா உங்ககிட்ட போய் சொல்லணும்? இந்த வீடு பரம்பு எல்லாம் உங்க அப்பா நாய்க்கரையா இவருக்கு சும்மா சும்மா கொடுத்து வந்ததான் இந்த நாட்டியாரோட எல்லாம் சொல்லி வச்சிருக்கான். விடக்கூடாதுமா, விடக்கூடாது. இந்த முட்டாளம் மார்த்தாண்ட பிள்ளையோட திமிர எப்படியாவது அடக்கியே தீரணும். அடக்கிடலாம் முனியாண்டி, அடக்கிடலாம். പക്ഷെ നീ എന്റെ കൂടെ നിൽക്കൂ. ഞാൻ എടുക്കമ്മ. നിന്നാൽ ഈ അരമന വീടിനും 500 ഏക്കറിനും നീ ആയിരിക്കും വരുംകാല മാർത്താണ്ഡം പിള്ള. മാർത്താണ്ഡ എന്താടാ വിളിച്ചാ വിളി കേട്ടൂടെ? എന്താടാ വിളിച്ചാ വിളി കേട്ടൂടെ? കേക്കട ഉത്തിരിട്ടാൻ ഉച്ച തിരിഞ്ഞ് ഉദയ സൂര്യൻ ഉച്ച വിട്ടനെ വന്ന സമയം വെച്ച് നോക്കുമ്പോ ദേശം തടസ്സം ഉണ്ടാകാനാണ് സാധ്യത. എന്നാലും ശീഘ്രഫലം കാംക്ഷിക്കുന്നതിനാൽ പരിഹാരം കാണാവുന്ന വൃത്തിയില്ലല്ലോ. പ്രയോഗം അല്പം കട്ടിയാകുന്നതിൽ വിരോധമില്ലല്ലോ. കട്ടിയല്ല, കാട് കട്ടിയായിരിക്കണം. ഉച്ചയിൽ നിന്നൊരു മുടി പറിച്ചെടുക്കണം. വെളുത്തതോ കറുത്തതോ? നിങ്ങളുടെ അല്ല, അവളുടെ മുടി. അതുകൊണ്ടൊരു പ്രയോഗമുണ്ട്, കേശവാസബന്ധനം. പിന്നൊരു കാര്യം, മുടി വേരോടെ തന്നെ പിഴുതെടുക്കണം. ഇതൊന്നും മൂന്നാമതൊരാൾ അറിയണം, ഫലമുണ്ടാവില്ല. നടക്കുമ്പോ ഒന്നും ഉരിയാടാൻ പാടില്ല. ഇറങ്ങി വരാൻ മനസ്സിലെന്നോ? ആരത്? ഇവിടെ വരാൻ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഒന്ന് കാണട്ടെ ഞാൻ. മൂക്കി കൂടെ പല്ലിറങ്ങിയിട്ടും നിങ്ങളുടെ ഒരു മൂരിസന്മാരം ഇന്ന് ഞാൻ പൊളിക്കും. എന്റെ പൊന്നു മോളെ, നട്ട പാതിരേക്ക് നിന്റെ അച്ഛൻ ഈ പെണ്ണിന്റെ മുറിയില്. കെട്ടിക്കാൻ പ്രായമുള്ളൊരു മോനുള്ള കാര്യം അച്ഛൻ ഓർത്തില്ലല്ലോ. എന്താ മോളല്ലെന്നോ? അയ്യോ നാണക്കേടായി, നാട്ടുകാരറിഞ്ഞ. ഉദ്ദേശല്ലേ എന്താ പുറത്ത് പറയരുതെന്നോ? അയ്യോ അമ്മേ, നാണക്കേട് കാണിച്ചതും പോലെ ഇപ്പൊ പുറത്ത് പറയുന്നില്ല. അയ്യോ 10 കെട്ടുമെന്ന്. എന്റെ ദൈവമേ, നമുക്കിനി ജീവിച്ചിരിക്കണ്ട. ഞാൻ എങ്ങനെ ഇവരോട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും? അയ്യോ മനസ്സിലാക്കി തരാം. മുടി നേരോടെ വീഴുന്നില്ലല്ലേ? ശ്രമിച്ചു നോക്കി, എങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വരാം. മുടി പറിക്കാനോ? അല്ല, പിന്നെ അവളെ പുകച്ച് പുറത്തിയടിക്കാൻ. വജ്രകുണ്ടി ഹോമം. വജ്രകുണ്ടി കുറച്ച് കൊതുകടി കുറയുന്നല്ലാതെ അവൾ ഇളകൊന്നും തോന്നുന്നില്ല. ഇളക്കി തരാം. അല്ല, അവളെ അർദ്ധരാത്രി തുടങ്ങി 3.5 നാഴിക നേരം നീണ്ടു നിൽക്കുന്ന ഹോമം അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ അവൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല.
വശ്യവരാഹി വിഷനാഗി യക്ഷി ദമഷ്ട്ര ദുന്ദുബി മറുത ചണ്ടാള വേതാള എന്നീ ഭൂതപ്രേത പിശാചുക്കൾ നിലം തൊടിയിക്കാതെ ആവരണം ചെയ്യും. വിളിച്ചിറക്കിയ പോലെ ഹോമകുണ്ടത്തിന് മുന്നിൽ വന്നു നിന്ന് തുള്ളും. പിന്നെ പിടിച്ചു കഴിച്ചാൽ പോലും അവൾ പടി കയറില്ല. മതി, എനിക്കത് മതി. स्वाहा ओम ह्रीं ब्रीं आवाहका स्वाहा ओम ह्रीं ब्रीं स्वाहा ओम फट वज्रकुंडी स्वाहा. നീ പോകില്ലല്ലേ? മന്ത്രവാദി ബാധയെ അടക്കും. ആ മന്ത്രവാദിയുടെ പുറകെ കൂടിയിരിക്കാം. അയാളെ തല്ലി ചമ്മന്തിയാക്കുമല്ലോ എന്റെ ഭഗവതി. ചമ്മന്തിയായി ഇറങ്ങി പോവില്ലല്ലേ? പോകുമെന്ന് ഞാൻ നോക്കട്ടെ. എല്ലായിടത്തോട്ട് പോടി. നിന്റെ കിടിപിടികളെല്ലാം എടുത്തെറിയുന്നു. നിന്നെ ഇവിടെ അടിച്ചിറക്കുന്നു. അത്ര തന്നെ. എങ്ങോട്ടാ? പുറത്തോട്ട് പോവാൻ. അമ്മായി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാം. നീ പറഞ്ഞിടത്തോളം മതി. ഇനി ഈ പരിപ്പ് ഇവിടെ വേവില്ല. എടുത്തോട്ട് പോടി. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഇല്ല വെട്ടേരി ഞാൻ കുളത്തിലെറി. ഈ മാർത്താണ്ഡമ്മൾ ആരാന്നാണ് നീ വിചാരിച്ചത്? എന്താ നിന്റെ ഉദ്ദേശം? ഇതെന്താണെന്നറിയോ? വെട്ടിയെറിഞ്ഞ് കുളത്തിലെറിയോ അല്ലേ? വെട്ടിയാലോ? എവിടെയാ കുളം? എന്തിനാ കുളിക്കാനാണ്? അല്ല, തന്നെ വെട്ടിയെറിയാ. താൻ എന്താ പറഞ്ഞത്? പരിപ്പ് ഇവിടെ വേവില്ലെന്നോ? ഞാൻ വേവിച്ചു തരാം. എവിടെയോ പരിപ്പ്? അല്ല, ഇവിടുന്ന് പോവില്ല. ജയിലിൽ കിടക്കുന്ന എന്റെ മച്ചാൻ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഇതെന്റെ വീടാ. ആരാ ഇവിടുന്ന് ഇറങ്ങുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ തന്നെ ഞാൻ എല്ലാ വിവരങ്ങളും മച്ചാൻ എഴുതി അറിയിക്കാൻ പോവാം. മച്ചാൻ വരട്ടെ, അപ്പ കാണാം. അയ്യോ, ഇത് തമിഴാ. അമ്മ വായിക്കും. ഇതൊക്കെ തെലുങ്കേ അറിയാവൂ. ഇങ്ങതാ ഞാൻ വായിക്കാം. മാരിമുത്തു സെൻട്രൽ ജയിൽ പാളയംകോട്ട. ആയിട്ടില്ല. വെള്ളം വേണ്ട. ഇയാൾ എന്തിനാ ജയിലിൽ പോയേ? നിന്റെ അമ്മയുടെ നായരെ കൊന്നതിന്. അമ്മയുടെ നായെന്ന് പറയുന്ന അച്ഛനല്ലേ? അൻപുള്ള മച്ചാന് അല്ലി എഴുതും കടിതം. കടുവോ? അല്ല, ഉലുവ. மச்சா இங்க ஒண்ணுமே நான் நினைச்ச மாதிரி அல்ல. நம்ம அரமனை வீடு 500 ஏக்கரும் அந்த திருட்டு பெடுவா மார்த்தாண்டம் பிள்ளை பலமாய் பிடிச்சு வச்சிருக்கிறாள். இங்க ஒரே குழப்பமாயிருக்கு. நீங்கள் சீக்கிரம் வந்து சேருங்க. இப்படிக்கு அன்புள்ள அல்லி. அம்மா வருங்க. ഐഡിയ. നമുക്ക് സാമ്പാറിൽ വിഷം ഒഴിച്ചു കൊടുത്താലോ?
എന്നിട്ട് അവൾ അത് ചോറിൽ ഒഴിച്ച് കുഴച്ച് വിഴുങ്ങി കുഴഞ്ഞ് കാലിയായിക്കൊള്ളു. അവൾക്ക് മീൻകറി മതി എന്ന് പറഞ്ഞാലോ? എന്നാ നമുക്ക് മീൻകറി ചേർത്താലോ? അച്ഛന് മീൻകറി ഇഷ്ടമാണല്ലോ. എന്നിട്ട് അത് ചോറിൽ ഒഴിച്ച് കുഴച്ച് വിഴുങ്ങി കുഴഞ്ഞ് ഞാൻ കാലിയാവണോ അല്ലേ? അയ്യോ, എന്നാ നമുക്ക് അവളോട് ചോദിച്ചാലോ? എന്ത് വിഷം തരട്ടെ എന്നോ? എന്നിട്ട് കൊലപാതക കുറ്റത്തിന് മച്ചാന്റെ കൂടെ ഞാൻ പോയി ജയിലിൽ കിടക്കണോ? എന്നാ വേറെ ഐഡിയ പറ. നമുക്ക് എരിശ്ശേരിയിലോ പുളിശ്ശേരിയിലോ നീ ചേർത്ത് ഒരു പുണ്ണാക്കിൽ അയ്യോ എന്റെ പുണ്ണാക്കി ചേർത്താ കൊള്ളൂല. അതുകൊണ്ടാണ്. ഞാൻ ഒരു ബുദ്ധി പറഞ്ഞുതരാം. അവൾ അയക്കുന്ന കത്ത് ആ മച്ചാന്റെ കയ്യിൽ കിട്ടാൻ പാടില്ല. അതെങ്ങനെ? ആ തോൾ മുണ്ടിങ്ങെടുക്കാം. തോൾമുണ്ട് അവിടെ കഴുത്തി ചുറ്റി വരിഞ്ഞ് മുറുക്കി കൊല്ലാനല്ലേ? പോസ്റ്റ് ഓഫീസ് വരെ പോവാനടി. നീ ആ മുനിയാണ്ടി വിളിക്കേ. എന്തൊരു തൊണ്ണ. 56, 57, 58. எல்லாமே போச்சடா. அப்படிங்களா? ஓகே கண்டு ரெண்டரை தெண்டு. அப்படித்தானே இருந்தேன். மன்னிச்சிரையா. മുനിയാണ്ടി നീ വാ. நான் வர்றேம்மா. മുനിയാണ്ടി ഇവിടെ വാടാ. வர்றையா. മുനിയാണ്ടി നീ വാടാ. வர்றேம்மா. മുനിയാണ്ടി ഇവിടെ വാടാ. வர்றையா. ഇത് அந்த போஸ்ட் பெட்டில போட்டுட்டு வா. மாரிமுத்து சென்ட்ரல் ஜெயில். சென்ட்ரல் ஜெயிலா? கடவுளே, யாரம்மா இந்த மாரிமுத்து? ஏ மச்சான். மச்சானா? அவர் எதுக்கு ஜெயில போறாரு? அது பெரிய கதை. பெரிய கதையா? ஐயோ, கேக்குறதுக்கு ஆசையா இருக்கு. சொல்லம்மா, அவர் எப்படி ஜெயில போறாரு? അച്ഛനും അമ്മയും മരിച്ചു പോയതിനു ശേഷം എനിക്കെല്ലാം എന്റെ മച്ചാനായിരുന്നു. കല്യാണം കഴിഞ്ഞ ദിവസം വെറുതെ മച്ചാനോടൊപ്പം കോയിലിൽ ഉത്സവം കാണാൻ പോയിരുന്നു. ഏതോ രണ്ട് തിമിരി പിടിച്ച നായിങ്ക லேசா என்னை இப்படி தோண்டினாங்க. என் மச்சான் விடுமா? எடுத்தா கத்திய ஐயோ. அப்புறம் என் முன்னாடியே என் மச்சான போலீஸ் பிடிச்சிட்டு போயிட்டாங்க. 5 வருஷம் ஆச்சு என் மச்சான கண்ணால பார்த்து. அழாதம்மா, அழாத. என் மச்சான் திரும்பி வரும்போது என்ன ஆகும் தெரியுமா? என்னம்மா ஆகும்? வரட்டும், அப்ப பாத்துக்கலாம். சரி சரி, நீ போயிட்டு வா. മുനിയാണ്ടി ഞാൻ പോസ്റ്റ് ഓഫീസ് വരെ പോവാണ്. എഴുത്ത് ഞാൻ ഇട്ടോളാം. അത് വേണ്ട, അത് മാമിട്ടാലേ പെട്ടി പോവില്ല, കുപ്പയിലേ പോവും. നീ പോ. മച്ചാനാ മച്ചാനാ ഇതാ എനക്ക് മച്ചാനാ. അയ്യോ, സ്വർണം കുറച്ച് വെള്ളം റെഡിയാക്കി വെക്കേ. അച്ഛാ വീഴൂ. വീണ് പോകും. അത്രയല്ല. நான் ஓட்டக்காரன் நல்ல ஓட்ட. நிக்க மாட்டேன். നിക്ക മാട്ടിയാ? നിന്നെ ഞാൻ നിർത്തിക്കണം. അയ്യോ കത്തിക്കടാ. അയ്യോ എന്നെ അയ്യോ, അല്ലിയൊക്കെ ചോദിച്ചാ കത്ത് പെട്ടിയിലിട്ടെന്നങ്ങ് പറഞ്ഞാ മതി. അല്ലിയൊക്കെ എവിടോ ബുദ്ധി. അപ്പൊ അവക്ക് സേണ്ട പൊണ്ണ്. എനിക്കറിയാം നീ ഇത് പിടിച്ചു വാങ്ങൂന്ന്. അയ്യോ അല്ലേ, അതല്ല. ഞാൻ ഒരു കാര്യം പറയാവേ, ഇവ സ്വപ്പ വട്ടല. ചിലപ്പോ ഇത് എവിടെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാലോ, അതുകൊണ്ടാ ഞാൻ പിടിച്ചു വാങ്ങിച്ചത്. വട്ട് അവനല്ല, നിനക്ക. നിനക്ക് നിന്റെ അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും വട്ടാം. അത് തീർക്കാനായി കത്ത്. എന്റെ മച്ചാനിങ് എത്തുമ്പോ എല്ലാം മാറിക്കോളും. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് പെട്ടിയിലിട്ടോളാം.